ആദരിയാതെ നൽകിയെങ്കിൽ നമ്മളെ തേജസ്കരണത്തിലേക്ക് നടത്തുന്നത് വരെയും അവൻ നമ്മളെ കൈവിടുകയില്ലെന്നാണ്. വീണ്ടെടുക്കുവാൻ വേണ്ടി സ്വന്തം പുത്രനെ നൽകിയെങ്കിൽ വഴിയിൽ ഇട്ടേച്ച് പോകത്തില്ല. അതോടുകൂടെ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന തേജസ് സകലവും നമുക്ക് നൽകാതിരിക്കും. നിങ്ങൾ ഭാഗം ഒന്ന് വായിച്ചു നോക്ക് പ്രിയമുള്ളവരെ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ നിന്നൊന്നും അല്ലല്ലോ പ്രസംഗിക്കുന്നത്. ഐ പ്രീച്ച് ഫ്രം ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവവചനത്തിൽ നിന്നല്ലേ? അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വേദത്തിൽ തന്നെയല്ലേ? ഇയാൾക്ക് ആരാ അധികാരം കൊടുത്തത്? സകലവും. എന്താണ് സകലവും? നിന്റെ കണ്ണു തുറന്ന് നോക്ക്, നീ കാണുന്നത് സകലവും, നിന്റെ ചുറ്റുപാട് നോക്കുന്നത്. ഇയാൾക്ക് ആരാ ഇതിനൊക്കെ അധികാരം കൊടുത്തത്? ദൈവവചനത്തെ കോട്ടിക്കളയുന്നവർ. അല്ലാതെ എന്തോന്ന്? ഇതിപ്പോൾ ദുബായിലെ പ്രീച്ചർ തന്നെയൊന്നുമല്ല, നമ്മുടെ സഭകളിലും എല്ലാം എപ്പോഴും കേൾക്കുന്ന കാര്യമാണിത്. ദുബായിലെ പ്രീച്ചറെ മാത്രം നമ്മൾ ഇന്നലെ കുറ്റം പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പലപ്പോഴും നമ്മൾ ആരെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്ക് അവർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ സഭയിൽ ഇതൊക്കെ തന്നെയല്ലേ പറയുന്നത്? ആ അധ്യായത്തിൽ ഒരിടത്ത് പോലും നിനക്ക് കാറോ വീടോ കിട്ടുന്ന കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം ഇതാണ്: വീണ്ടെടുക്കുവാൻ വേണ്ടി സ്വന്തം പുത്രനെ നൽകിയവൻ. വീണ്ടെടുപ്പിന് വേണ്ടി അല്ലെങ്കിൽ കർത്താവ് അവൻ്റെ പുത്രൻ നമുക്ക് പുത്രത്വം നൽകി. നമ്മൾ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വം. അങ്ങനെ പുത്രന്മാരെങ്കിൽ നമ്മൾ ആകുന്നു ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികൾ. എന്താണ് ക്രിസ്തുവിനോടുള്ള കൂട്ടവകാശം? തേജസ്. അവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുകയാണ്. തേജസ്. ആ തേജസ്സാണ് നമ്മുടെ ഇൻഹെറിറ്റൻസ്. നമ്മുടെ ഇൻഹെറിറ്റൻസ് നമുക്ക് നൽകാതെ അവൻ നമ്മളെ വഴിയിലിട്ടേച്ച് പോകത്തില്ല. നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി സ്വന്തം പുത്രനെ നൽകിയെങ്കിൽ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന തേജസ്സിലേക്ക് നമ്മൾ ചെന്നെത്തും വരെയും അവൻ നമ്മളെ വഴി നിർത്തും. ഇതുകൊണ്ടാണ് ഈ വാക്യങ്ങൾ മറ്റൊരു സുവിശേഷം എന്ന് പറയാനുള്ള കാര്യം. യോഹന്നാൻ്റെ 3-ാമത്തെ ലേഖനം നമ്മളെപ്പോഴും വായിക്കുമല്ലോ. അവിടെ ഏറ്റവും കൂടുതൽ പ്രിയനെ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. അതിന് താഴെയുള്ള എന്നാ വായിക്കാതെ? താഴെ എന്നാ എഴുതിയിരിക്കുന്നത്? എങ്കിലും സഹോദരന്മാർ വന്ന് നീ സത്യത്തിൽ നടക്കുന്നുവെന്ന് നിന്റെ സത്യത്തിൽ നടക്കുന്നത് സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ അത്യന്തം സന്തോഷിച്ചു. ഗായോസിന് എഴുതുകയാണ്, എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നെന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്ക് ഇല്ല. എന്താ വാക്യത്തിൻ്റെ അർത്ഥം? മോനെ, നിനക്ക് ഇച്ചിരി പൈസ ഒക്കെ ഉണ്ടാകുന്നതോ നീ ഒരു കാറ് വാങ്ങിക്കുന്നതോ ഒരു വീട് വെക്കുന്നതൊന്നും എനിക്കത്ര വിഷയമൊന്നും അല്ല. നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായിരിക്കണം. നീ പട്ടിണി കിടക്കണമെന്നും നിനക്ക് ക്യാൻസർ വരണമെന്നൊന്നും എനിക്ക് പ്രാർത്ഥനയൊന്നുമില്ല. നീ ശുഭമായി നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ നിനക്ക് സൗഖ്യമൊക്കെ ഉണ്ടായപ്പോൾ, നിനക്ക് പണമൊക്കെ ഉണ്ടായപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, നീ സത്യം വിട്ട് പോയോന്ന്. ഏതാണെങ്കിലും സഹോദരന്മാർ വന്ന്, ഇല്ലപ്പച്ച യോഹന്നാനോട് പറയുക, ഗായോസ് മോൻ ഒരു വലിയ പ്രശ്നമൊന്നുമില്ല, അവനിച്ചിരി ഒരു വണ്ടി വാങ്ങിച്ചെങ്കിലും അതൊക്കെ അവൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ ജീവൻ നേരെ വീണത്. എൻ്റെ കുഞ്ഞെ, നീ കാറ് വാങ്ങിച്ചാലും വീട് വാങ്ങിച്ചാലും അതൊന്നും അല്ല എനിക്ക് സന്തോഷം. നീ സത്യത്തിൽ നടക്കുന്നെന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്ക് ഇല്ല. ഈ വാക്യമല്ലേ ഒരു ക്രൂസൈഡിൻ്റെ 4 ദിവസത്തെ പ്രസംഗത്തിന് വേണ്ടി നിങ്ങൾ എടുത്തിരിക്കുന്ന വാക്യം? ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ചില ഉദാഹരണങ്ങൾ, കോട്ടിമാട്ടിക്കളയുന്ന കാര്യങ്ങൾ, സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി കോട്ടിമാട്ടിക്കളയുകയാണ്. പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചോണം. യാക്കോബ് പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചു, എന്നെ അനുഗ്രഹിച്ചല്ലാതെ വിടുകയില്ല എന്ന് പറഞ്ഞു. നീ വിടരുത് ദൈവത്തെ, യുദ്ധം ചെയ്യണം, മല്ല് പിടിക്കണം. പ്രിയമുള്ളവരെ, ഒരു കാര്യം നിങ്ങൾ വായിക്കുമ്പോഴേ മനസ്സിലാക്കണം, അവിടെ യാക്കോബ് ദൈവത്തോട് മല്ല് പിടിക്കുകയല്ല ശരിക്കും പറഞ്ഞാൽ സംഭവിക്കുന്നത്. ഒരു പുരുഷൻ ഉഷസാകുവോളം അവനോട് മല്ല് പിടിച്ചെന്നാണ്. ദാറ്റ് ടോട്ടലി സെയ്സ് അബൌട്ട് യാക്കോബിനെ ദൈവാനുരൂപത്തിൽ വളർത്തിയെടുക്കാൻ ദൈവം വിളിച്ചവനാ. അതിന് തയ്യാറാകാതെ ദൈവത്തിൽ നിന്ന് ഒളിച്ചോടി നടക്കുന്നവനെ ദൈവത്തിൻ്റെ ഭാഗത്ത് വരുത്താൻ ദൈവം യാക്കോബിനോട് മല്ല് പിടിക്കുകയാണ്. അവനെ ജയിക്കയില്ല എന്ന് കണ്ടപ്പോൾ ഇവിടെ ദൈവം വന്നിട്ടൊരു മനുഷ്യനെ ഫിസിക്കലായിട്ട് മല്ല് പിടിച്ചിട്ട് ജയിക്കാൻ പറ്റത്തില്ലെന്ന് വല്ല അർത്ഥമുണ്ടോ? അവിടെ പറയുന്നത്, ഇവൻ ഇവനെ എനിക്ക് തരത്തില്ല എന്ന് തോന്നിയപ്പോൾ, ഇവൻ്റെ സ്വന്തം ബുദ്ധിയിലാണ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു തോന്നിയപ്പോൾ കർത്താവ് അവൻ്റെ തുടയുടെ തടം തൊട്ടു. അപ്പോഴാണ് അവന് മനസ്സിലാക്കുന്നത്, ദൈവ ആശ്രയമല്ലാതെ എനിക്കിനിയും യാതൊരു രക്ഷയും ഇല്ലയെന്ന്. അപ്പോഴാണ് അവൻ പറയുന്നത്, മതി കർത്താവേ, ഞാൻ നിനക്ക് ഏൽപ്പിച്ചു തരുന്നു, എന്നെ അനുഗ്രഹിക്കണം. യാക്കോബിനെ അനുഗ്രഹിക്കാൻ ഓടി വന്നതാണ് കർത്താവ്. പക്ഷേ യാക്കോബിന് അനുഗ്രഹം വേണ്ട. അനുഗ്രഹം എന്ന് പറയുമ്പോൾ എന്താണെന്നറിയാമോ? പേരുമാറ്റമാണ് അനുഗ്രഹം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ
നീ ഇനി യാക്കോബല്ല, നീ ആരാണ്? ഇസ്രായേൽ. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രഭുവാണ്. യാക്കോബിനെ ദൈവത്തിൻ്റെ പ്രഭുവാക്കാൻ വന്നതാണ്, പക്ഷെ അവനങ്ങോട്ട് സ്വീകരിക്കുന്നില്ല. അവിടെയാണ് മല്ലുപിടുത്തം നടക്കുന്നത്. ഞങ്ങളുടെ ഒരു മിഷണറിയുടെ ഒരു വൈഫിന് ഒരു പ്രഗ്നൻസി സമയത്ത് ഒത്തിരി പ്രശ്നമുണ്ടായി, കുഞ്ഞ് മരിക്കാറായിരിക്കുന്ന സമയത്ത് ഒരു സഹോദരി അവിടെ ചെന്നിട്ട് പറഞ്ഞു, മോളെ വിടരുത് ദൈവത്തെ, പിടിച്ചു വെച്ചോണം, പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കും, ഇല്ലെങ്കിൽ കൊച്ചു പോകും കേട്ടോ, അതുകൊണ്ട് പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചോണം, വിടരുത് ദൈവത്തെ. ഇവൾ ചോദിച്ചു, ആൻറ്റി വിടാതിരിക്കാൻ ദൈവം എന്നെ എൻ്റെ കയ്യിലാണോ? ഞാൻ ദൈവത്തിൻ്റെ കയ്യിലല്ലേ? വിടരുതെന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ കയ്യിലാണോ? യെസ്റ്റർഡേ സംബഡി കോൾ മീ, എന്നോട് ഇന്നലെ ഒരാൾ ടെലിഫോൺ ചെയ്തിട്ട്, നമ്മൾ CDs ഒക്കെ കേട്ടിട്ട് ടെലിഫോൺ ചെയ്തതാണ്. അവരുടെ ജീവിതത്തിൽ സംഭവിച്ച കഷ്ടതകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോണ്ട് ഹാവ് ടൈം ടു എക്സ്പ്ലെയിൻ ഇറ്റ്. അത്രയ്ക്കും കഷ്ടത അനുഭവിച്ച് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഒരാൾ അതുപോലെ കഷ്ടത അനുഭവിച്ചിട്ടില്ല. ആ കഷ്ടതകളുടെ നടുവിൽ മരണത്തിൻ്റെ മുമ്പിൽ ഒരു ക്യാൻസർ പേഷ്യൻ്റ് വൈഫ്, ആ ക്യാൻസർ പേഷ്യൻ്റ് ആദ്യം പ്രഗ്നൻസിയിൽ അവൾക്ക് ട്രിപ്പിളെക്സ് ആണ്. അത് 3 കുഞ്ഞുങ്ങൾ 21 വീക്സ് ആയി കഴിഞ്ഞപ്പോൾ 20 വീക്സ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് വയറ്റിൽ വെച്ച് തന്നെ മരിച്ചു. ഒത്തിരി പ്രാർത്ഥിച്ചു, ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു. അവനോട് പറഞ്ഞത്, ഞാൻ റൂമിനകത്ത് കയറി അങ്ങോട്ടും ഇങ്ങോട്ടും തലയിട്ടിടിച്ച്, കർത്താവേ നീ തന്നേ മതിയാവും കർത്താവേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. നടന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നീട് അവൾ പ്രഗ്നൻ്റായി. അവൾ ഇപ്പം ഇരട്ട പിള്ളേരാ. 21 വീക്സ് ആയി കഴിഞ്ഞപ്പോൾ ഡെലിവറി വേണ്ടി വന്നു. ബിക്കോസ് ഷീ ഹാഡ് സം ഹാർട്ട് പ്രോബ്ലം ആൻഡ് എ ലോട്ട് ഓഫ് ട്രബിൾസ്. വി കനോട്ട് ജസ്റ്റ് എക്സ്പ്ലെയിൻ ഇറ്റ്. എന്നിട്ട് ഇന്നലെ ആ മോൻ വിളിച്ചിട്ട് പറഞ്ഞ ഇതാണ്, ഞങ്ങളുടെ സഭയിൽ വന്ന് പ്രസംഗിച്ച പ്രസംഗങ്ങളെല്ലാം കേട്ടായിരുന്നെങ്കിൽ ഞാൻ എന്നേ ഇതെല്ലാം കളഞ്ഞു പോയിനി. ഇതെല്ലാം സംഭവിച്ചപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്താണ് പിറുപിറുപ്പ് കൂടാതെ എന്തൊരു സന്തോഷത്തോടെ സംസാരിക്കുന്നുള്ളതാണ്. എനിക്ക് അത് ബിക്കോസ് ഐ ബിലോങ് ടു ഗോഡ്. ഞാൻ ദൈവത്തിൻ്റെ വകയാണ്. അവൻ്റെ സോവറിറ്റിയിൽ എനിക്കുള്ള വിശ്വാസം. ഞാൻ ഒരു കാര്യം പറയാം, ദൈവത്തിൻ്റെ എബിലിറ്റിയിലുള്ള വിശ്വാസമല്ല യഥാർത്ഥ വിശ്വാസം, ദൈവത്തിൻ്റെ സോവറിറ്റിയിലുള്ള വിശ്വാസമാണ് യഥാർത്ഥ വിശ്വാസം. ദൈവത്തിൻ്റെ കഴിവിലുള്ള വിശ്വാസമല്ല ശരിയായ വിശ്വാസം, ദൈവത്തിൻ്റെ പരമാധികാരത്തിലുള്ള വിശ്വാസമാണ് യഥാർത്ഥ വിശ്വാസം. ദൈവത്തിൻ്റെ കഴിവിലുള്ള വിശ്വാസത്തിന് എന്തോ ഇത്ര വലിയ പ്രത്യേകത എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ദൈവത്തിൻ്റെ കഴിവിനകത്ത് പിശാചിനും വിശ്വാസമില്ലേ? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. God can do anything. ദൈവത്തിന് എന്തും ചെയ്യാൻ കഴിയും. ദൈവത്തിന് എന്തും ചെയ്യാൻ കഴിയും ബ്രദറെ. എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് അറിയത്തുള്ളൂ, പിശാചിന് അറിയത്തില്ലേ? മൈ ക്വസ്റ്റ്യൻ, എന്താണ് നിങ്ങളുടെ വിശ്വാസത്തിന് ഇത്ര വലിയ പ്രത്യേകത? ആ വിശ്വാസത്തിന് ഞാനൊരു പ്രത്യേകതയും കാണുന്നില്ല. കാര്യം അത് പിശാചിനുള്ള വിശ്വാസമാണ്. ദൈവത്തിന് എന്തും ചെയ്യാൻ കഴിയും. പക്ഷേ ദൈവം എന്തും ചെയ്യട്ടെ എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസം. അവൻ എൻ്റെ പിതാവാണ്, അവൻ എന്തും ചെയ്യട്ടെ, അവൻ എനിക്ക് ദോഷമായിട്ടൊന്നും ചെയ്യത്തില്ല. ദോഷമായിട്ടൊന്നും എൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. എപ്പോഴാ? കൊച്ചു മരിച്ച് കിടക്കുമ്പോൾ കൊച്ചു പാട്ട് പാടുക. കൊച്ചു മരിച്ചത് ദോഷമല്ലേ? മനുഷ്യൻ പറഞ്ഞാൽ ദോഷമാണ്, പക്ഷേ എൻ്റെ പിതാവ് ദോഷമായിട്ട് ഒന്നും ചെയ്യുകയില്ല. അതാണ് ഫെയ്ത്ത്. വേദോസം പഠിപ്പിക്കുന്നത് ദൈവത്തെ പരീക്ഷിക്കരുത്, ടെസ്റ്റ് ചെയ്യരുത്. എന്താണ് ടെസ്റ്റ്? ഇപ്പം നമ്മൾ ശരിക്കും ആ വാക്യം ആക്സിൽ അപ്പോസ്തല പ്രവൃത്തി 15-ാമത്തെ അതിൻ്റെ 10-ാം വാക്യത്തിൽ യാക്കോബ് സിനഡിൽ വെച്ച് പറയുന്നൊരു വാക്യമുണ്ട്, ദൈവത്തെ നമ്മൾ പരീക്ഷിക്കരുത്. അല്ലെങ്കിൽ പത്രോസ് പറയുന്നുണ്ട്, ഡു നോട്ട് പുട്ട് യുവർ ലോർഡ് ടു ടെസ്റ്റ്. പക്ഷേ അതിൻ്റെ ഒറിജിനലി നമ്മൾ പുറപ്പാട് ദിവസം 17-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലും 7-ാമത്തെ വാക്യത്തിലും അവിടെ കാണുന്ന ഭാഗത്ത് അവിടെ കാണുന്നത്, വെള്ളം കിട്ടാതെ വന്നപ്പോഴത്തേക്ക് എല്ലാവരും മോശയോട് കലഹിച്ചു. മോശ തിരിച്ചു പറയുന്ന കാര്യമാണ്, ഇക്കാര്യത്തിൽ നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കരുത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം നമ്മോടുകൂടെ ഉണ്ടോ ഇല്ലയോ എന്നറിയാനുള്ള ഒരു പരീക്ഷയായിട്ട് അവർ പറഞ്ഞത്. ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടുത്തെ വാക്യം എഴുതിയിരിക്കുന്നതാണ്, ലെറ്റ് ഹിം പ്രൂവ് ഹിസ് പ്രസൻസ് ത്രൂ ദിസ്. അവർ പറയുന്നത്, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ദൈവം എന്തുകൊണ്ട് അത്ഭുതകരമായി നമുക്ക് വെള്ളം തരുന്നില്ല? ലെറ്റ് ഗോഡ് പ്രൂവ് ഹിംസെൽഫ്. അവിടെയാണ് ദൈവത്തെ പരീക്ഷിക്കരുതെന്ന് പറയുന്നത്. ഒരത്ഭുതത്തിലൂടെ ദൈവം തന്നെ എന്ത് ചെയ്യണം? നമുക്ക് വെളിപ്പെടുത്തി തരണം എന്ന് പറയുന്ന ഭാഗത്താണ് മോസസ് പറയുന്നത്, നിന്റെ ദൈവത്തെ പരീക്ഷിക്കരുതെന്ന്. നമ്മളൊക്കെ വാസ്തവത്തിൽ ഒരു അത്ഭുതത്തിലൂടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് വെളിപ്പെടുത്തേണ്ടതിന് ആവശ്യപ്പെടുകയാണ്. എല്ലാവരും വന്ന് പറയുന്നത് അതാണ്, ദൈവം അങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ പറയുമ്പോൾ
ആ അത്ഭുതത്തിലാണ് നമ്മുടെ വിശ്വാസം, അല്ല ദൈവത്തിൻ്റെ ക്യാരക്ടറിലല്ല നമ്മുടെ വിശ്വാസം. ദൈവത്തിൻ്റെ സ്വഭാവത്തിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. എന്നിട്ട് ഡ്യൂട്രോണമിയിൽ ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ വീണ്ടും മോസസ് പറയാണ്, നീ കനാനിലേക്ക് പോകുമ്പോഴത്തേക്ക് നിന്റെ ദൈവത്തെ പരീക്ഷിക്കരുത്. കനാനിലേക്ക് പോകുന്ന ആ സമയത്താണ് പറയുന്നത്, കനാനിലേക്ക് പോകുന്ന കാര്യം. അതിൻ്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ നീ നട്ടിട്ടില്ലാത്ത തോട്ടം, അതായത് ഉള്ള പ്രോസ്പെരിറ്റി മുഴുവൻ ശരിക്കും പറയാണ്, കനാനിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് നിനക്ക് കിട്ടുന്ന ഈ കാര്യങ്ങൾ, അവിടെ നീ നിന്റെ ദൈവത്തെ പരീക്ഷിക്കരുത്. എന്താണെന്നറിയാമോ? ജാതീയ ദൈവങ്ങളുടെ പ്രത്യേകത അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജാതീയ ദൈവങ്ങൾ എപ്പോഴും എന്താ ചെയ്യുന്നറിയാമോ? അവരുടെ എക്സിസ്റ്റൻസ് തന്നെ പ്രൂവ് ചെയ്യുന്നത്, കഥകളിലാണെങ്കിലും പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ അഡറൻസ്, അവരുടെ ആരാധകർക്ക് അവർ കൊടുക്കുന്ന പ്രോസ്പെരിറ്റിയിലൂടെയാണ്. നമ്മുടെ നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ആളുകൾ എന്തിനാണ് ദൈവത്തെ വിളിക്കുന്നത്? അവരുടെ പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയാണ്, അല്ലാതെ വേറെ റിലേഷനൊന്നും അല്ലല്ലോ. ഇവിടെ ആരാണ് ഇവിടെ പോപ്പുലർ റിലീജിയനിൽ ആരാണ് ദൈവത്തെ ദൈവം എന്നോർത്ത് മഹത്വീകരിക്കുന്നത്? അതാണ് പോൾ പറയുന്നത്. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വീകരിച്ചില്ല. ദൈവത്തെ അവർ മീൻസ് ആയിട്ടേ കണ്ടുള്ളൂ. പ്രോസ്പെരിറ്റിക്കുള്ള ഒരു മീൻസ് എന്ന നിലയിലാണ് കാണുന്നത്, അല്ലാതെ ദൈവത്തെ ദൈവമായതുകൊണ്ട് അവർ ആരാധിക്കുകയല്ല. പ്രത്യേകിച്ച് ഈ കാനനൈറ്റ് റിലീജിയനിലെ ഗോഡ്സ് ആൻഡ് ഗോഡസസ് എല്ലാം ഫെർട്ടിലിറ്റി ഗോഡ്സ് ആണ്. അവർ കൃഷിക്കുള്ള ദൈവങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് ഉർവര ദൈവങ്ങൾ എന്ന് പറയും. അതായത് അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ദൈവങ്ങളാണ്. ബാലും അക്ഷരയും എല്ലാം എന്താണ്? അവരുടെ പ്രോസ്പെരിറ്റി ഗോഡ്സ് ആണ്, അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി ഗോഡ്സ് ആണ്. അപ്പോൾ ആ ദൈവങ്ങളെ പോലെ നിങ്ങളാകരുത്. നിങ്ങൾ നാളെ പറയരുത്, യഹോവ ഞങ്ങളുടെ ദൈവമാണെങ്കിൽ ഞങ്ങൾക്ക് ആകാശത്തു നിന്ന് മഞ്ഞ് പെയ്ച്ചു തരട്ടെ, യഹോവ ഞങ്ങളുടെ ദൈവമാണെങ്കിൽ നാളെ ഞങ്ങളുടെ ഗോതമ്പെല്ലാം വളരട്ടെ എന്നൊന്നും നിങ്ങൾ പറയരുത്. കാര്യം നിങ്ങളുടെ ദൈവം ഒരു കവനന്റ് ഗോഡാണ്, അല്ലാതെ നിങ്ങളുടെ ദൈവം ഉടമ്പടിയുടെ ദൈവമാണ്, അല്ലാതെ നിങ്ങളുടെ ദൈവം ഉർവരതയുടെ ദൈവം അല്ല. അവിടെയാണ് ഡു നോട്ട് ടെസ്റ്റ് യുവർ ലോർഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഭാഗങ്ങൾ നമ്മൾ വായിച്ചാൽ മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ, പക്ഷേ നമ്മളിതൊന്നും ഇങ്ങനെ ഓടിച്ച് പറഞ്ഞു പോകുന്നെന്നുള്ളതേ ഉള്ളൂ. കർത്താവ് പറയുന്നതാണ്, അവിടെ ചെന്നിട്ട് നിങ്ങൾ മറ്റേ ജാതികളുടെ പരിപാടി കാണിക്കരുത്. നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് വിടുതലിന് വേണ്ടി അല്ല, പ്രിയമുള്ളവരെ. നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് സൗഖ്യത്തിന് വേണ്ടിയല്ല. അങ്ങനെ ആരാധിച്ചാൽ നമ്മളും ജാതികളായി പോകും. ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ എന്ന് പറയുന്നത് ഒരു ജാതീയ സങ്കല്പമാണ്. ക്രിസ്തീയ സങ്കല്പം അങ്ങനല്ല. ദൈവം വിടുവിക്കുമ്പോൾ ദൈവം വിടുവിക്കുകയാണ്. ദാറ്റ് ഈസ് ടോട്ടലി ഫ്രം ഗാഡ്. ദൈവം നമുക്ക് കാര്യങ്ങളെ ചെയ്തു തരികയാണ്. അത് നമ്മുടെ ആരാധനയുമായിട്ട് ബന്ധമൊന്നുമില്ല. ദൈവത്തിൻ്റെ മനസ്സലിവാണ്. നീ ആരാധിച്ച് വിടുതൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ ഇവിടെ കൃപ. ദർ ഇസ് നോ ഗ്രേസ് ഇൻ ദാറ്റ്. ഞാൻ ആരാധിച്ച് വിടുതൽ പ്രാപിച്ചു, ആരാധിക്കുമ്പോൾ വിടുതൽ, ഞാൻ ആരാധിച്ച് സൗഖ്യം പ്രാപിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് നിന്റെ ആരാധനയ്ക്ക് ഏതാണ്ട് മാഹാത്മ്യം ഉണ്ടെന്നല്ലേ പറയുന്നത്. അവിടെ ദൈവകൃപയുടെ അംശം എന്താണ്? ദൈവകൃപ എന്ന് പറയുന്നത് എപ്പോഴും അതാണ്. ഇതിനകത്ത് ഒരു ജാതികളുടെ ദൈവവും നമ്മുടെ ദൈവവും തമ്മിലുള്ള വ്യത്യാസം. ജാതികളുടെ ദൈവ സങ്കല്പം എന്ന് പറയുന്നത് നീ കൊടുക്കുന്നതിനനുസരിച്ച് ദൈവം നിനക്ക് തരുന്നതാണ്. അതാണല്ലോ ജാതികളുടെ ദൈവം. നീ കൊടുക്കുക, നിനക്ക് ദൈവം തരും. പക്ഷെ നമ്മുടേത് പ്രത്യേകതയാണ്, ദൈവം നമുക്ക് തരികയാണ്. അതൊന്നും നോക്കിയിട്ടല്ല തരുന്നത്. പിന്നെ നമുക്ക് ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നമ്മൾ എന്ത് പകരം കൊടുക്കും? അല്ലാതെ ഞാൻ ദൈവത്തിന് കൊടുത്തതിന് ദൈവം ഉപകാരം ചെയ്യുകയല്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ. അടിസ്ഥാനപരമായ ഒരു വലിയ വ്യത്യാസം ഇതാണ്. ജാതികൾ എന്ത് ചെയ്യുന്നു? ജാതികൾ കൊടുത്ത് നേടുന്നു. നമ്മളങ്ങനല്ല. ദൈവം തരുന്നത് കൊണ്ട് നമ്മൾ കർത്താവിന് നന്ദി കരയറ്റുന്നു, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതൽ കാര്യമില്ല. നിങ്ങളുടെ പ്രാർത്ഥനയുടെ മാഹാത്മ്യം കൊണ്ടോ നിങ്ങളുടെ ആരാധനയുടെ മാഹാത്മ്യം കൊണ്ടോ ഒന്നും ദൈവം നിങ്ങൾക്കൊന്നും ചെയ്തു തരാൻ ഉദ്ദേശിക്കുന്നൊന്നുമില്ല. ദൈവം നിങ്ങൾക്ക് ചെയ്യുന്നത് ഓർത്ത് നിങ്ങൾക്ക് നന്ദി പറയാം. ദാറ്റ്സ് ഓൾ. അവൻ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ അവനെന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനമാത്രം എടുത്ത് കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. ദാറ്റ്സ് ഓൾ. അപ്പോൾ എവിടെ നിന്നാണ് തുടക്കം? നമ്മുടേത് തുടങ്ങുന്നത് ദൈവത്തിൽ നിന്നാണ്, ജാതികളുടേത് തുടങ്ങുന്നത് മനുഷ്യനിൽ നിന്നാണ്. അവിടെയാണ് മറ്റൊരു സുവിശേഷമാകുന്നത്. നീ ആരാധിക്കുമ്പോൾ, നീ ആരാധിച്ചാൽ, ഇന്ന് നീ കൊടുത്താൽ, നീ